ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. വാട്സപ്പ് ഉപയോഗിക്കുന്നവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? ലോകത്തെ എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ്. വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ അത് ഉപയോഗിക്കാത്ത ആളുകളായിട്ട് ഉണ്ടാവുള്ളൂ. വാട്സപ്പിൽ നമ്മൾ ഫ്രണ്ട്സിന് നമ്മൾ ഇമേജസ് അയച്ചു കൊടുക്കാറുണ്ട്, ഡോക്യുമെന്റ്സ് അയക്കാറുണ്ട്, നമ്മൾ ചാറ്റ് ചെയ്യാറുണ്ട്, വീഡിയോ കോൾസ് ചെയ്യാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഇമേജുകൾ അവർ നമുക്ക് തിരിച്ച് അയച്ചു തരുന്ന അങ്ങനെ പല മൂവ്മെന്റ്സ് ഉണ്ട്. പല ബർത്ത്ഡേ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പല ഒക്കേഷൻസിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് അത് വാല്യുബിൾ ആയിരുന്നു എന്നുള്ള നമുക്ക് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും. എല്ലാം അങ്ങനെയാണല്ലോ, നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ വില അറിയുള്ളൂ അല്ലേ? അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫയലുകൾ നഷ്ടപ്പെടാതിരിക്കാനും അതായത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് സെറ്റിംഗ്സ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും അതിനുശേഷം എല്ലാ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. മൊബൈലിൻ്റെ ഹോം പേജിൽ നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഒരിക്കലും നമ്മുടെ ഫയലുകൾ വാട്സപ്പിൽ ഉണ്ടാകുന്ന ഒരു ഫയൽ പോലും നമുക്ക് ഇനി നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് കാണുന്നില്ലേ, മോർ സെറ്റിംഗ്സ് ആണത്. ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഇന്റർഫേസിലേക്ക് മാറി വരുന്നുണ്ട്. നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഓപ്ഷൻ ചാറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. ചാറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ഇത് ഇപ്പോൾ തന്നെ ചെയ്തു വെക്കുക. അതിൽ ചാറ്റ്സ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്തു. ചാറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറെ സബ് മെനുസ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും താഴെ കാണാം ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ട്. പിന്നെ ട്രാൻസ്ഫർ ചാറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡീറ്റെയിൽസുകളൊക്കെ നമ്മുടെ ചാറ്റിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ഏറ്റവും താഴെയുള്ള ചാറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ലേ, ഇവിടെ നമ്മൾ അറിയാതെ നമ്മളോ അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴോ അറിയാതെ നമ്മൾ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് പോയാൽ അതായത് ഡിലീറ്റ് ഓൾ ചാറ്റ് സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാ ഫയലുകളും ഡിലീറ്റ് ആയി പോകും. ചിലപ്പോൾ നമ്മൾ കുട്ടികളുടെ കയ്യിൽ കളിക്കാൻ കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ തന്നെ അറിയാതെ തട്ടിപ്പോവാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇതിലുള്ള മീഡിയാസ് മൊത്തം ഡിലീറ്റ് ആയി പോകും. ഇനി അതല്ലെങ്കിൽ നമ്മൾ അറിയാതെ ക്ലിയർ ചാറ്റ് ആണ് കൊടുക്കുന്നതെങ്കിലോ അതിലും ഇതേപോലെ തന്നെയാണ് പ്രശ്നം വരുന്നത്. നമ്മൾ ഡിലീറ്റ് അറിയാതെ കൊടുത്ത് പോയാലും മൊത്തം ഡിലീറ്റ് ആവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഇനി അഥവാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ടെൻഷൻ ആവണ്ട, അതിനുള്ള നല്ല സെറ്റിംഗ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ ചാറ്റ്സ് ആണ് എടുക്കേണ്ടത്. സെറ്റിംഗ്സിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തു, സെറ്റിംഗ്സിൽ ചാറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. കൃത്യമായിട്ട് മനസ്സിലാക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്തത്. ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ചാറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ബാക്കപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അതിന് താഴെയായിട്ട് ഇവിടെ നോക്കുമെന്ന് വായിച്ചു നോക്കും, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫോണിൽ ഈ ചാറ്റ് ബാക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ എത്ര കാലം കഴിഞ്ഞാലും ഈ കാര്യങ്ങളെല്ലാം ഡാറ്റ എല്ലാം ഫോണിൽ തന്നെ ഉണ്ടാവും. അഥവാ ഡിലീറ്റ് ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ മാറി വേറൊരു ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോണിൽ നിന്ന് മറ്റേ ഫോണിലേക്ക് എല്ലാ ഡാറ്റകളും മാറ്റാൻ പറ്റും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചെയ്യേണ്ടത് നമ്മളിവിടെ അക്കൗണ്ട്സ് കാണിക്കുന്നുണ്ട് അല്ലേ, ഇവിടെ ഗൂഗിൾ അക്കൗണ്ട്സ് നമുക്ക് താഴെ നമുക്ക് ഒരു ജിമെയിൽ ഐ ഡി നമുക്ക് നിർബന്ധമാണ്. അപ്പം നിങ്ങൾക്ക് ജിമെയിൽ ഐ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ ജിമെയിൽ ഐ ഡി നമ്മൾ പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഗൂഗിൾ അക്കൗണ്ട്സിൽ ഇവിടെ ജിമെയിൽ ഐ ഡി നിർബന്ധമാണ്. കാരണം നമ്മുടെ ഇതിലേക്ക് എല്ലാ കാര്യങ്ങളും സേവ് ആവുന്നത് നമ്മുടെ ഡ്രൈവിലേക്ക് ആയതുകൊണ്ട് ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുക്കണം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് പറയുന്നുണ്ട്. ഇത് ഗൂഗിൾ ഡ്രൈവിലേക്ക് ആണ്, പക്ഷെ അതിന് താഴെ ഞാൻ നെവർ ആണ് കൊടുത്തത്. അപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങളുടെ മൊബൈൽ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ പൊട്ടത്തരം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ പറഞ്ഞിരിക്കുന്ന ഡിലീറ്റ് ചെയ്ത ഫയലുകൾ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമുക്ക് കുറെ ഓപ്ഷൻസ് പറയുന്നുണ്ട്. ഡെയിലി വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മന്ത്ലി ചെയ്യാം, അല്ലെങ്കിൽ വീക്കിലി ചെയ്യാം എന്നുള്ളത്. പക്ഷെ നമ്മൾ എപ്പോഴും ഡെയിലി ബാക്കപ്പ് ചെയ്ത് വെച്ചേക്കാം. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ഓരോരോ ദിവസങ്ങളിലുള്ള അന്നന്ന് ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം ആ ദിവസത്തെ എല്ലാ ഫയലുകളും നമുക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡെയിലി ഓപ്ഷൻ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഉള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ ബാക്കപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതിന്റെ തൊട്ട് താഴെയായിട്ടും മറ്റൊരു ഓപ്ഷനും കൂടി പറയുന്നുണ്ട്, ഇൻക്ലൂഡ് വീഡിയോസ് പറഞ്ഞ ഒരു ഓപ്ഷൻ. അതെന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഫോട്ടോസ് ഫയലുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് വീഡിയോസ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ പല ഫംഗ്ഷൻസിന് എടുക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് അതിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഫയൽ സൈസ് കൂടുതൽ ഉണ്ടാവും. കാരണം അതിന്റെ സൈസ് ഇവിടെ ഏകദേശം കാണിക്കുന്നുണ്ട്. അത്രത്തോളം ഫയൽ സൈസിലേക്കൊക്കെ ആയിരിക്കും നമ്മളിത് വരിക. പക്ഷേ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതും തിരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം.
പിന്നെ ബാക്കപ്പ് സെല്ലുലർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്കത് മൊബൈൽ ഡാറ്റ ഉള്ള സമയത്തും അല്ലെങ്കിൽ വൈഫൈ ഉള്ള സമയത്തും വേണമെങ്കിൽ നമുക്ക് അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളതൊന്ന് എനേബിൾ ചെയ്ത് വെക്കാം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു വെച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വർക്ക് ആവുള്ളൂ. അല്ലാത്ത മൊബൈലുകളിൽ നിങ്ങൾക്ക് എത്ര കളിച്ചാലും നിങ്ങൾ അറിയാതെ ഡിലീറ്റ് ആയി പോകുന്ന ഒരു കാര്യങ്ങളും കിട്ടില്ല. ഇവിടെ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഡിലീറ്റ് ഓൾ ചാറ്റ്സ് എന്ന് ഇപ്പോൾ നമ്മൾ അറിയാതെ കൊടുത്തു പോയി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ക്ലിയർ ചാറ്റ് കൊടുത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വാട്സപ്പ് അങ്ങോട്ടേക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി അല്ലെങ്കിൽ ഒരു പുതിയൊരു ഫോണിലേക്ക് മാറ്റുകയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് അവിടെ കണ്ടില്ല ഇത്രയും ചാറ്റുകളുണ്ട്. നമ്മൾ വാട്സപ്പ് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. വാട്സപ്പ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അഗൈൻ വാട്സപ്പ് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാം. വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ വാട്സപ്പ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനാണ് വരിക. ഇവിടെ ഓപ്പൺ ആണ് ഇപ്പോൾ കാണിക്കുന്നത്, പക്ഷേ നമുക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനാണ് വരിക. ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റീസ്റ്റോർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. ആ റീസ്റ്റോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചാറ്റ്സും ഇവിടെ കാണിക്കുകയും ചെയ്യും. നമ്മുടെ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ എല്ലാ ഫയലുകളും ഇവിടെ റീസ്റ്റോർ ആയിട്ട് വരികയും ചെയ്യും. ഇതുപോലെ എല്ലാ ഫയലുകളും റീസ്റ്റോർ ആയിട്ട് വരും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ബാക്കപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ അതിനുശേഷമുള്ള ഫയലുകൾ മാത്രമേ നമുക്ക് ഇതേപോലെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ സെറ്റിംഗ്സ് എല്ലാം എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അതായത് വാട്സപ്പിൽ സെറ്റിംഗ്സിൽ പോയിട്ട് ചാറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനാണ് എടുക്കേണ്ടത്. അവിടെ ബാക്കപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ബാക്കപ്പ് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അവിടെ ജിമെയിൽ ID കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എനേബിൾ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ ഗൂഗിൾ ഡ്രൈവിലേക്കാണ് നമ്മൾ ബാക്കപ്പ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാനുവലായിട്ട് ഇപ്പം നമുക്കിവിടെ ബാക്കപ്പ് കൊടുത്താൽ മാനുവലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തു വെക്കാൻ പറ്റും. മാനുവലായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ആക്കി വെക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫയലുകൾ ഇതെല്ലാം ഡിലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇതെല്ലാം എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ, ബാക്കപ്പ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഭാവിയിലേക്ക് അത് ഉപകാരത്തിലേക്ക് പെടുള്ളൂ. ഞാൻ ഈ പറഞ്ഞതുപോലെ സെറ്റിംഗ്സിൽ കയറി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എനേബിൾ ആണോ ഡിസേബിൾ ആണോ അല്ലെങ്കിൽ ഏതെല്ലാം സെറ്റിംഗ്സ് ആണ് ചെയ്യേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് വീഡിയോ മുഴുവൻ കണ്ട ആളുകൾക്ക് അറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുപോലെയൊക്കെ സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് ചെയ്തു വെക്കുക. ഇനി അഥവാ നിങ്ങളുടെ ഫയലുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നുകൂടി അഗൈൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. ആ റീസ്റ്റോർ നമ്മളെ നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. ആ റീസ്റ്റോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം റീസ്റ്റോർ ചെയ്ത് ഇതിലേക്ക് തന്നെ വരും. ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസ് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്കായി പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അതിനുശേഷം ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് ഈ വീഡിയോ എത്തിക്കാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് signing out.